ക്ലബ് FM ഇത് പാട്ടുപീടിയാണ്. ഞാൻ അച്ചുവാണ്. സംഭവ സ്ഥലത്ത് നിന്നും എന്നാണ് ചിത്രത്തിന്റെ പേര്. സിൻഡോ ഡേവിഡാണ് ഡയറക്ഷൻ. അപ്പോൾ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ആള് ഇതിൽ ലിറിസിസ്റ്റ് ആയിട്ടും പാട്ടുകാരനായിട്ടും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് സരീഷ് പുളിഞ്ചേരി എന്നാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടിൽ, അദ്ദേഹം എഴുതിയ പാട്ടിൽ മധു ബാലകൃഷ്ണൻ പാടിയിട്ടുണ്ട്. അപ്പോൾ മധു ബാലകൃഷ്ണൻ എങ്ങനെയാണ് ഈ പാട്ടിലേക്ക് വന്നു ചേർന്നത് എന്ന് വളരെ രസകരമായിട്ടുള്ളൊരു അനുഭവം അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പോൾ സരീഷ് പുളിഞ്ചേരിയുടെ അനുഭവം നമുക്ക് പാട്ടുപീടികയിലൂടെ ഇപ്പം കേൾക്കാം. ചെറുപ്പത്തിൽ ഞാൻ പാടുമായിരുന്നില്ല. അപ്പോൾ മധു ബാലകൃഷ്ണൻ്റെ ശബ്ദം കേട്ടിട്ടാണ് നമുക്ക്, എൻ്റെ ശബ്ദം ചെറുപ്പത്തിലെ അത്യാവശ്യം ചെറുപ്പത്തിൽ തന്നെ കനം കൂടിയ ശബ്ദമാണ്. കളിക്കാനൊക്കെ പോയിട്ട് അതുകൊണ്ട് ശബ്ദം കുറച്ച് കനമാണ്. അപ്പോൾ അന്ന് നമ്മുടെ പ്രായത്തിലുള്ള കുട്ടികളുടെ ശബ്ദമായിരുന്നില്ല. അപ്പോൾ ഒരു പാട്ട് പാടുമ്പോൾ ഒരു ദിവസം അടുത്തുള്ള ടൈപ്പ് റെക്കോർഡറിൽ എൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്ത് ഞാൻ കേട്ടു. അന്നൊട്ട് ഞാൻ പാടാൻ നിൽക്കാറില്ല. അപ്പോൾ ഭയങ്കര എന്താണ് ഈ ശബ്ദം, ആ ശബ്ദം കേൾക്കുന്നത് വേറെയാണല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് അപ്പോൾ പേടിച്ചിട്ട് പാടാതിരുന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സീരിയലിൽ ഇങ്ങനെ ഒരു ശബ്ദം, ജ്വാല എന്ന് പറഞ്ഞ സീരിയലായതുകൊണ്ട് അതിൽ മധുചേട്ടൻ്റെ ഒരു പാട്ട്, മകരം മഞ്ഞു ചൊരിഞ്ഞിട്ടും മനസ്സിൽ കനലുകൾ എരിയുന്നു, ഈ പാട്ട് കിട്ടും. അപ്പോൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വീട്ടിൽ വന്ന് ഇതുപോലെ ഒന്ന് മൂളി നോക്കുമ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു, ഏകദേശം അതുപോലെ എൻ്റെ ശബ്ദം, നമുക്ക് കിട്ടിയാൽ മതിയല്ലോ. പിന്നെ നമ്മളവിടെ ഉറപ്പിക്കുന്നത് അത് എൻ്റെ ശബ്ദം തന്നെയാണ്, ഞാൻ പാടുമ്പോൾ അതേപോലെ തന്നെയാണെന്ന് തോന്നിയിട്ട് സ്വയം തോന്നിപ്പിച്ചിട്ട് തുടങ്ങിയതാണ്. അങ്ങനെ പാടി തുടങ്ങി. അങ്ങനെ ഇത് ഇവിടം വരെ എത്തി. അപ്പോൾ ഈ സിനിമയിൽ 2 പാട്ട് എഴുതി. ആ 2 പാട്ടിൽ ഒരെണ്ണം ഞാനാണ് പാടിയിരിക്കുന്നത്. ഒരെണ്ണം മധുചേട്ടൻ പാടുമ്പോഴത്തെ ഫീൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പാടാൻ കാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ നമ്മൾ എഴുതിയ വരികൾ സിനിമയിൽ പാടുന്നു. ആദ്യത്തെ സിനിമാ ഗാനം അദ്ദേഹം പാടുന്നു എന്നുള്ളത് തന്നെയാണ് സിൻഡോ ഭായി എനിക്ക് തന്ന ഏറ്റവും വലിയ അംഗീകാരം. ഓ, അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പറഞ്ഞിട്ടുണ്ടോ? അതായത് ഇന്നാള് നന്നായിരുന്നു പറഞ്ഞിരുന്നോ? നമ്മൾ ആഗ്രഹം പറയാറുണ്ട്. പക്ഷെ സംഭവിച്ചപ്പോൾ അതിന് അജയ് ജോസഫാണ് മ്യൂസിക്. അദ്ദേഹം ഇത് നമ്മുടെ പാട്ടിൻ്റെ ആളാണ് പാടാൻ ഓക്കെ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആ സ്റ്റുഡിയോയിൽ എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ ചുറ്റും ഇരിക്കുന്ന ഞങ്ങൾ 4-5 പേര് എപ്പോഴും സ്റ്റുഡിയോയിലുണ്ടാവും. അപ്പോൾ അത്രയും പേരുടെ അതിഭീകരമായ സന്തോഷമായിരുന്നു മധുചേട്ടൻ അത് പാടുന്നു എന്ന് പറയുമ്പോൾ. എൻ്റെ സന്തോഷം അവരങ്ങോട്ട് ആഘോഷിച്ചു. എന്തായാലും നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഇന്നലെ റിലീസായുള്ളൂ ചിത്രം സംഭവ സ്ഥലത്ത് നിന്നും എന്നാണ് ചിത്രത്തിന്റെ പേര്. സിൻഡോ ഡേവിഡാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പാടിയിരിക്കുന്നത് മധു ബാലകൃഷ്ണൻ, ചിത്ര അരുൺ. ഇതിന്റെ വരികൾ സരീഷ് പുളിഞ്ചേരി, മ്യൂസിക് അജയ് ജോസഫ്. ഇത് ക്ലബ് FM പാട്ടുപീഡിയ വിത്ത് അച്ചു.